ഹലോ എവരി വൺ വെൽക്കം ടു മൈ ന്യൂ ക്ലാസ്. ഇപ്പം നമ്മുടെ ഇന്ന് ട്രൈ ഹാപ്പിയുടെ ഒരു പുതിയൊരു റൂമാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. റൂട്ട് എന്ന് പറയുന്ന ഒരു ലാബാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു സ്റ്റാർട്ട് മെഷീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആയ ശേഷം ഒരു IP അഡ്രസ്സ് കിട്ടും. ഓൾറെഡി ഇപ്പം ഞാൻ ഓൺ ആക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ടൈം ഡിലേ ഇല്ലാത്ത തന്നെ IP അഡ്രസ്സ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് മെഷീനാണ്. മെഷീൻ ഓൺ ആക്കുക, അതിൽ IP അഡ്രസ്സ് കിട്ടും. നമുക്ക് VPN യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ മെഷീനിൽ നമുക്ക് ഇതായിട്ട് സോൾവ് ചെയ്യാം. ഞാൻ VPN യൂസ് ചെയ്തിട്ടാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. Nmap ആണ് ഫസ്റ്റ്. നമുക്ക് IP അഡ്രസ്സ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് Nmap ചെയ്യാം, ഏതൊക്കെ പോർട്ട്സ് ആക്കുന്നത്, ഏത് സർവീസസ് അവൈലബിൾ ആണ്, ഏത് വേർഷൻ ആണത് റൺ ചെയ്യുന്നത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് Nmapനെ നമുക്ക് ഇതിന്റെ സ്റ്റെപ്പ് ആയിട്ട് ഞാനൊരു വേദിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്ലോയ് മെഷീൻ എന്നാണ്. അതിനുശേഷം മെഷീൻ ഓണിന് ശേഷം IP അഡ്രസ്സ് കിട്ടി റെസ്പോൺസ് എന്ന് പറയുന്ന സ്കാൻ ചെയ്ത് നോക്കണം. IP അഡ്രസ്സിനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന കമന്റാണ് Nmap-HSV എന്നാണ്. അതായത് വേർഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് HSV കൊടുക്കുന്നത്. ഇത് കൊടുത്ത ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട് ഓപ്പൺ ആകുമ്പോൾ വേർഷൻസ് ഏത് വേർഷനാണ്, ഏത് സർവീസസ് ആണ് റൺ ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 പോർട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ടാസ്ക് 1-ല് ടാസ്ക് 2-ല് റെസ്പോൺസസ് വന്ന ടാസ്കിൽ നമുക്ക് ഏത് പോർട്ടാണ് ഓപ്പൺ, ഏത് സർവീസ് ആണ് ഇന്ന് പോർട്ട് 22-ല് ഏത് സർവീസ് ആണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു Nmap ചെയ്തതിൽ നിന്നും കിട്ടിയിട്ടുള്ളതിൽ വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. 2 പോർട്ട് ഓപ്പൺ ആണോ, അപ്പോൾ സെർവറിന്റെ വേർഷൻ ഇതൊക്കെ നമുക്ക് അതിൽ നോക്കിയിട്ട് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ഗോബസ്റ്റർ യൂസ് ചെയ്തിട്ട് ഇപ്പൊ സ്കാനിങ് കഴിഞ്ഞ ശേഷം ഗോബസ്റ്റർ യൂസ് ചെയ്തത് ഡയറക്ടറീസ് ആണത് വർക്ക് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ കമാൻഡ് ഞാൻ ഇവിടെ ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് ഗോബസ്റ്ററിന്റെ കമാൻഡ് കിട്ടും. അത് വെച്ച് നമുക്ക് ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. IP അഡ്രസ്സ് മെഷീനിലെ IP അഡ്രസ്സ് എന്താണോ ആ സെയിം IP ആയിരിക്കണം നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അതിന്റെ IP അഡ്രസ്സ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ സ്കാനിങ്, അതായത് ഡയറക്ടറി അവർ ചെക്ക് ചെയ്യാൻ ഗോബസ്റ്റർ ടൂൾ യൂസ് ചെയ്തിട്ട് ഡയറക്ടറി സ്കാനിങ് ആണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ മെഷീന്റെ IP അഡ്രസ് എന്താണോ ആ സെയിം IP ആണ് IPയുടെ പ്ലേസിൽ കൊടുക്കുന്നത്. അപ്പൊ ഡയറക്ടറി ഇപ്പം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോ അതിന്റെ മെഷീന്റെ IP-യിൽ എന്താണോ കാണിക്കണേന്ന് അറിയാനായിട്ട് ഒരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ IP അഡ്രസ് ഞാൻ കൊടുക്കാണ്. അത് നേരെ ഒരു പേജിലേക്ക് ആയിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. root.me എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് അത് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഡയറക്ടറി സ്കാൻ ചെയ്ത ശേഷം നമുക്ക് ഓരോന്നും ഇപ്പൊ ഇതില് ഒരു സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ IP-യുടെ കോഡ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ JF എന്ന് പറയുന്നത് വരും. ഇതില് 2 ഫോൾഡർ ഉണ്ട്, പക്ഷെ അതിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. സോഴ്സ് കോഡ് മാത്രം ചെക്ക് ചെയ്തിട്ട് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെ എന്താണ് അതിൽ നമുക്ക് സ്കാൻ ചെയ്ത് കിട്ടിയത് അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് എന്തെങ്കിലും എനുമറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ /JS ഉണ്ട്, പാനലെല്ലാം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്ലാഷ് ഇട്ട് കൊടുത്ത് IP-യിൽ അല്ലെങ്കിൽ സെർവറിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഓരോന്നും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് നോക്കാനുള്ളത് JS വഴി നോക്കുന്ന പാനലാണ് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ IP അഡ്രസ് /പാനലും കൂടി എൻ്റർ ചെയ്ത് കൊടുത്ത് നോക്കാം. ഇതിനകത്ത് ഒരു ഫയൽ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു വയറബിളിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു ഡയറക്ടറി എന്ന് പറയുന്നത് പാനലാണ്. പിന്നെ അപ്ലോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഹിഡൻ ഡയറക്ടറി വെച്ച് കഴിഞ്ഞാൽ പാനൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം.
അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അപ്ലോഡ്സിനാണ്. അപ്പൊ അപ്ലോഡ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അപ്ലോഡ് ഞാൻ IP അഡ്രസ് തെറ്റായിട്ടാണ് കൊടുത്തത്. അപ്പൊ എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് ഡോട്ട് ഒന്നും കൂടി പോവാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്ലോഡ്സ് ആണ് ഇപ്പൊ ഞാൻ മുമ്പ് ചെയ്ത അപ്ലോഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പല ഫയൽസും ആഡ് ചെയ്യാൻ പറ്റും. .txt HTML വരുന്ന ഫയലൊക്കെ എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് ഒരു റിവേഴ്സൽ കണക്ഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഒരു അപ്ലോഡ് ചെയ്ത് കൊടുത്ത് റിവേഴ്സൽ ഷെല്ലും കൂടി കണക്ട് ചെയ്ത് കിട്ടാൻ നമുക്ക് ഒരു PHP ഷെൽ റിവേഴ്സൽ കണക്ഷൻ എടുക്കാനുള്ളത് പെൻടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഇല്ലേ, അതിനകത്ത് കയറിയിട്ട് PHP ഷെല്ലിന്റെ കോഡ് എടുത്ത് അത് നമ്മളൊരു നോട്ട് പാഡിൽ കോപ്പി ചെയ്ത ശേഷം നമുക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ റിവേഴ്സൽ കണക്ഷൻ കിട്ടും. അപ്പൊ ഇതിലൊരു IP അഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. ആ IP അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ VPNന്റെ IP അഡ്രസ് ആണ് മാറ്റി കൊടുക്കേണ്ടത്. ആദ്യം ഇത് തന്നെ കോപ്പി ചെയ്യാം. അഡ്രസ് ആദ്യം IP അഡ്രസ് മാറ്റി കൊടുക്കണം. നമ്മുടെ VPNന്റെ IP അഡ്രസ് ആണ് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് VPNന്റെ മേലെ നമുക്ക് കാണാൻ സാധിച്ചതാണ് VPN IP. അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പോർട്ട് നമ്പർ ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. എന്ത് പോർട്ട് നമ്പറാണോ കൊടുക്കുന്നത് അതേ പോർട്ടായിരിക്കണം നെറ്റ്കാറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിവേഴ്സൽ കണക്ഷൻ എടുക്കുന്നത്. അപ്പൊ അതേപോലെ അവിടെയും മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ VPN മാത്രമേ മാറ്റുന്നുള്ളൂ, ബാക്കിയത് സെയിം തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് വേണം അത് സേവ് ചെയ്യാൻ. സേവ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് PHTML ആണ്. PHP പേജ് ഫയൽ ഒക്കെ കൊടുക്കാം. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് HTML കൊടുത്തു കഴിഞ്ഞാൽ ഇതിനായിട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. ഒരു എക്സ്റ്റൻഷൻ ആണ് കൊടുക്കേണ്ടത്. ഇത് ഞാൻ ഷെൽ.html ആണ് ഒരു മുമ്പ് കൊടുത്തോണ്ട് ഞാൻ വേറൊരു പേര് ഷെൽ1.html ആയിട്ടാണ് കൊടുത്തത്. ഇനി വേണം നമുക്ക് ആ ഒരു അപ്ലോഡ്സ് പാനലിലോട്ട് നമുക്ക് ഈ ഒരു ഫയലിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഫയൽ അപ്ലോഡ് സെലക്ട് കൊടുത്ത ഈ ഒരു നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സ്റ്റൻഷൻ ഫയലല്ലേ, അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഗ്രീൻ ആയിട്ട് സക്സസ്ഫുള്ളി അപ്ലോഡ് എന്ന് കാണിക്കും. അതെല്ലാം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ റെഡ് ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ കൊടുത്ത റീഫ്രഷ് ചെയ്ത് കൊടുത്തപ്പോൾ ഷെൽ1.html കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് എന്ത് ചെയ്യണം, ഇനി അടുത്ത് നമുക്ക് നെറ്റ്കാറ്റ് ചെയ്ത് നോക്കണം. ഇപ്പൊ കൊടുത്ത ആ ഷെല്ലിലേക്ക് റിവേഴ്സ് കണക്ഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നെറ്റ്കാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടെർമിനലിന് നെറ്റ്കാറ്റിന്റെ കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ കമാൻഡ് കൊടുത്ത ശേഷം ഏത് ഫയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അതിന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിന് ഡിവൈസ് ആയിട്ടുള്ളൊരു കണക്ഷൻ എനേബിൾ ആയിട്ട് കിട്ടി നമുക്കൊരു ഷെല്ല് കിട്ടും. അപ്പൊ ഈ ഷെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് user.txt എന്ന് പറയുന്നത് കയറാൻ വേണ്ടി. അപ്പൊ അതിനുള്ള ഒരു കമാൻഡ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. find/type എന്ന് പറഞ്ഞ ഫയൽ നെയിം ഒക്കെ യൂസ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇവിടെ റൺ ചെയ്ത് കൊടുക്കണം. റൺ ചെയ്താൽ ഇതിന്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടും. /www/user.txt അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്തൊരു ഫ്ലാഗ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഈ ഫ്ലാഗ് നമ്മുടെ ഈ പേജിൽ ട്രൈ ഹാപ്പിംഗ് ടാസ്കിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കറക്റ്റ് ആൻസർ കൊടുത്തു കഴിഞ്ഞ് അത് കറക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതിന്റെ ഫ്ലാഗ് കൊടുത്തു. അപ്പോൾ ഷെല്ലിലാണ് അതിന്റെ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് user.txt. അപ്പൊ നിങ്ങളുടെ ഫ്ലാഗ് ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിവിലേജ് എസ്കലേഷൻ ചെയ്യണം. അതായത് ഫുൾ പെർമിഷൻ കൊടുത്തിട്ട് അതിലേക്ക് റൂട്ടിലേക്ക് കയറാൻ പറ്റുണ്ടോ എന്ന് നോക്കണം. അതിലേതെങ്കിലും സസ്പീഷ്യസ് ഫയൽസ് ഉണ്ടോ എന്ന്
അറിയണം. അപ്പൊ അതിലത്തെ ടാസ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആയിട്ടുണ്ടെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇത് നേരെ കോപ്പി ചെയ്ത് ടെർമിനലിനകത്ത് റൺ ചെയ്യാം. ഇതൊക്കെ ഞാൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ ഇവിടെ റൺ ചെയ്ത് കൊടുക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമാൻഡ്സ് ഇതിൽ കാണിക്കും. അതിൽ എന്തെങ്കിലും സസ്പീഷ്യസ്, അതായത് റൂട്ടിലേക്ക് കയറാൻ പറ്റി സസ്പീഷ്യസ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിൽ കുറെ എണ്ണത്തെ സൊല്യൂഷൻ ചെയ്യുന്നതാണ്. അതിലൊന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. യൂസറിന്റെ പൈത്തൺ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അതാണ് റൂട്ടിലേക്ക് കയറാനായിട്ട് സാധിക്കുന്ന ഒരു കമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ വിയോയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. സസ്പീഷ്യസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ നമ്മൾ കൊടുക്കുന്നു. യൂസർ /bin പൈത്തൺ എന്നാണ് ഇതിന്റെ ആൻസർ. പിന്നെ നമുക്ക് ഇനി എസ്കലേറ്റ് ചെയ്ത് റൂട്ട് കിട്ടണം. റൂട്ട് ആക്സസ് കിട്ടണം എന്നാണ് ഇതിനോട് കൂടിയാണ് ഈ ഒരു ലാബ് കംപ്ലീറ്റ് ആണല്ലോ. അപ്പൊ അതിനൊരു ഹിന്റ് ഒരു തന്നിരിക്കുന്നത് GT4 കയറി നോക്കാം. പൈത്തൺ ആണ് നമുക്കൊരു ക്ലൂ കിട്ടിയത്. അപ്പൊ പൈത്തൺ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റൂട്ട് ആക്സസ് ഒക്കെ കിട്ടാൻ സാധിക്കുന്നതുണ്ടെന്ന് അറിയാൻ വേണ്ടി GT4 പോവാം. അതിൽ പൈത്തണിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു പേജ് ഒരു ടാബ് ഓപ്പൺ ചെയ്ത് GT4 ഞാൻ ഷോർട്ട് കട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് പൈത്തൺ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈത്തൺ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഫങ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഫയൽ അപ്ലോഡ് കിട്ടും, റിവേഴ്സ് ഷെൽ ഓപ്പൺ ആവുന്നത്, അതുപോലെ ഫയൽ പെർമിഷൻസ് ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതിലൊരു കമന്റ് പൈത്തൺ യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് നമുക്ക് റൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് റൂട്ടിലേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറയുന്ന കമാൻഡ് ആണ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ റൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു എറർ വന്നിട്ടുണ്ട്. ഡോട്ട് സ്ലാഷ് എന്ന് പറയുന്നത് കൂടെ കോപ്പി ചെയ്തു. അത് പൈത്തൺ മുതലും മതി. അങ്ങനെയാണ് അതിൽ കറക്റ്റ് വരും. അതിനുശേഷം root.txt കണ്ടുപിടിക്കാനായിട്ട് ടൈപ്പ് നെയിം root.txt എന്ന് പറയുന്ന ഒരു കമാൻഡും കൂടി കൊടുത്തു കഴിഞ്ഞാൽ റൂട്ടിന്റെ ഡയറക്ടറിയുടെ അകത്തോട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും. അത് കോപ്പി ചെയ്യാം. ഇവിടെ റൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ടിന്റെ ഡയറക്ടറി കിട്ടി. ആ റൂട്ടിന് ഡയറക്ടറി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫ്ലാഗ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ഫൈനലി അതിന്റെ റൂട്ടിന്റെ ഫ്ലാഗ് കിട്ടുക. അപ്പൊ ഇത്രയാണ് ഈ ലാബിൽ സമയമായിട്ട് ചോദിച്ചിരിക്കുന്നത്. റൂട്ട് ആക്സസിന്റെ ഫ്ലാഗ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ ലാബ് ഒരു റിവേഴ്സൽ കണക്ഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു.